പ്രത്യേകിച്ച് ഇന്ത്യയിലെ ആധ്യാത്മിക സംഭവമണ്ഡലത്തിൽ ഇത്രയും പ്രസക്തിയുള്ള ഒരു പ്രകൃതി ആരാധനയുടെ തലം വേറുന്നു. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിൽ ബാവലിപ്പുഴയുടെ തീരത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു സാധാരണ അമ്പലം പോലെയല്ല. സ്ഥിരമായൊരു കെട്ടിടമോ ശ്രീകോവിലോ ഇവിടെയില്ല. ഉത്സവകാലത്ത് മാത്രം താൽക്കാലികമായ ഓലപ്പുരകൾ കെട്ടിയാണ് പൂജകളും ചടങ്ങുകളും നടത്തുന്നത്. വർഷത്തിൽ ഏകദേശം 27 ദിവസത്തോളം വരുന്ന ഉത്സവകാലത്ത് മാത്രമേ അക്കരെ കൊട്ടിയൂർ തുറക്കുകയും പൂജകൾ നടക്കുകയും ചെയ്യൂ. മറ്റു സമയങ്ങളിൽ ഇവിടെ ഭക്തർക്ക് പ്രവേശനമില്ല. ഈ ഒരു ഉത്സവം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയാണ് ഉത്സവം സാധാരണയായി നടക്കുന്നത്. ദക്ഷയാഗ ഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യം. തന്റെ സമ്മതമില്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത സതീദേവിയെയും ശിവനെയും ക്ഷണിക്കാതെ സതീദേവിയുടെ പിതാവ് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. പിതാവ് നടത്തുന്ന യാഗത്തിലേക്ക് ക്ഷണിക്കാതെത്തിയ സതീദേവിയെ ദക്ഷൻ ആക്ഷേപിക്കുകയും അപമാനിതയായ ദേവി യാഗാഗ്നിയിൽ സ്വയം ജീവനൊടുക്കുകയും ചെയ്തു. ഇതിൽ കലിപൂണ്ട പരമശിവൻ വീരഭദ്രനെ അയച്ച് യാഗശാല തകർത്ത് ദക്ഷൻ ഉൾപ്പെടെയുള്ള യാഗസഭയെ വകവരുത്തുകയും ചെയ്തു. ഭഗവാന്റെ കൽപ്പന പ്രകാരം വീരഭദ്രൻ ദക്ഷന്റെ തലയറുത്തു. ദക്ഷന്റെ നീണ്ട താടിയാണ് മുളയിൽ നിന്നുണ്ടാക്കുന്ന ഓടപ്പൂവിന്റെ സങ്കല്പത്തിന് കാരണമായി പറയുന്നത്. ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും യാചന കേട്ട് ദക്ഷനെയും മറ്റും ജീവിപ്പിച്ച് ശിവൻ യാഗം പൂർത്തിയാക്കിയെന്നും യാഗഭൂമിയിൽ സ്വയംഭൂവായി പരിണമിച്ചെന്നുമാണ് ഐതിഹ്യം. കാലങ്ങൾക്ക് ശേഷം യാഗഭൂമിയായിരുന്ന ഈ കാട്ടിൽ വേട്ട നടത്തി ജീവിച്ചിരുന്ന കുറിച്ച് സമുദായത്തിലെ ഒരംഗം തന്റെ അമ്മന് മൂർച്ച കൂട്ടാൻ നദിക്കരയിലെ കല്ലിലുരയ്ക്കുകയും അപ്പോൾ കല്ലിൽ നിന്ന് ചോര ഒഴുകുന്ന കണ്ട് ഭയന്ന് അന്ന് നാട് വാണിരുന്ന പ്രദേശത്തെ തറവാട്ട് കാരണവന്മാരോട് വിവരമറിയിച്ചു. വിവരമറിഞ്ഞെത്തിയ തന്ത്രിവര്യന്മാർ ദക്ഷയാഗഭൂമിയും സ്വയംഭൂ വിഗ്രഹവും ദേവസാന്നിധ്യവും തിരിച്ചറിയുകയായിരുന്നു. രക്തപ്രവാഹം നിർത്താനായി ശിലയിൽ നെയ്യും പാലും ഇളനീരും മാറി മാറി അഭിഷേകം ചെയ്തു. ഈ രീതിയിലാണ് ഇന്നും കൊട്ടിയൂരിൽ അഭിഷേകം നടത്തുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങിൽ ഒറ്റപ്പിലാൻ സ്ഥാനികനാണ് മുമ്പിൽ നടക്കുന്നത്. അന്ന് വഴികാട്ടാൻ പോയ കുറിച്യ സമുദായത്തിന്റെ പിൻതലമുറക്കാരാണിവർ. വൈശാഖ മഹോത്സവ കാലത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന അന്നദാനം കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിലൊന്നാണ്. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം നൽകുന്നത് മാനവീയതയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണം കൂടിയാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലം വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതുന്ന കൂത്ത്, കൂടിയാട്ടം, നങ്ങ്യാർ കൂത്ത്, ചാക്യാർ കൂത്ത് തുടങ്ങിയ പുരാതന ശാസ്ത്രീയ കലാരൂപങ്ങൾ ഈ കൂത്തമ്പലത്തിലാണ് അരങ്ങേറുന്നത്. ഈ കലകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ കൂത്തമ്പലം ക്ഷേത്രത്തിന്റെ പവിത്രമായ ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടുന്നു. പ്രകൃതിയും ആചാരങ്ങളും വിശ്വാസവും ഇത്രയേറെ ഇഴചേർന്ന് നിൽക്കുന്ന ഒരിടം ഒരുപക്ഷെ വേറെ ഉണ്ടാവില്ല. ഇവിടെ എത്തുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ പങ്കുചേർന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഈ ഉത്സവം നേരിട്ട് കാണാൻ സാധിക്കാത്തവർക്ക് ഈ വീഡിയോ ഒരു ചെറിയ അനുഭവം നൽകിയെന്ന് കരുതുന്നു. ഇത്രയും മനോഹരമായ ഒരു ഉത്സവം നേരിട്ട് കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കരുത്. ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. ബൈ.